സത്യത്തിൽ വയനാട്ടുകാരെ ഇത്രയും വലിയ ഒരു കെണിയിലാണ് സംസ്ഥാന സർക്കാർ കൊണ്ട് ചാടിച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിച്ചു? ഇല്ല. മാത്രമല്ല അവർ വല്ലാതെ ഇവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി രംഗത്തിറങ്ങിയവരാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കോടെ ബന്ധപ്പെട്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ബലമായ വിശ്വാസം ഈ മുഖ്യമന്ത്രിയെ കാണാൻ പോയ വയനാട്ടുകാർ എനിക്ക് തോന്നുന്നു പരാതിപ്പെടാൻ പോയതാണ്. 178 വീടുകൾ ഞങ്ങൾ കൈമാറി എന്ന് പറഞ്ഞ് ഇവർ വലിയ ഒരു ഇതന്നെ എപ്പോഴും നമ്മൾ പറയുന്ന വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി. സൈബർ സേനയും വിദഗ്ധന്മാർ. എന്നിട്ട് ഇവർ ഇവിടുത്തെ കുറെ ചാനലുകളുടെ ടൈം സ്ലോട്ട് വാടകയ്ക്ക് എടുത്ത് അതിലൂടെ ഇത് ലൈവായിട്ട് കാണിച്ചു. ഈ പറഞ്ഞ 40 വീടുകളാണ് കൈമാറിയത്. താമസയോഗ്യം 40 എണ്ണമാണ്. 178 പണിഞ്ഞതിൽ 40 എണ്ണമാണ്. ഇതിൽ തന്നെ പണിതത് മുഴുവൻ വിണ്ടുകീറി. ഊരാളുങ്കല്ലാണ് പണി ഏൽപ്പിച്ചത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഊരാളുങ്കല്ലിന് അത് 300 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വീടിന് 780 കോടി രൂപയോളമാണ് ഇവർ സഹായ ഫണ്ടിലൂടെ ഇത് പിരിച്ചെടുത്തത്. ഉടായ്പിന്റെ ഉസ്താദുമാരാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. സംശയമുണ്ട് അക്കാര്യത്തിൽ. കാരണം ഈ പല വീട്ടിലും വലിയ തോതിൽ വിള്ളലുണ്ടായിരിക്കുന്നതാണ്. ഇത് മഴ പെയ്താലേ ഇതെല്ലാം കൂടെ താഴോട്ട് വെള്ളം വീഴുന്നു, വീട് പൊളിഞ്ഞൊഴിയില്ല. ഇതിനകത്ത് നമ്മൾ അതിന്റെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമുണ്ട്. ഇവർ കാണിക്കുന്ന ഉടായ്പ പണിയാണെന്ന് ജനം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇവരവിടെ ഒരു സീൻ സൃഷ്ടിച്ചു. സിദ്ദിഖിനെതിരെ അവരൊരു വലിയ പ്രോപ്പഗൻഡ അവിടെ ഉണ്ടാക്കി. ടി സിദ്ദിഖിനെതിരെ. ആ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് കുറെ വിവാദം അതുവഴി വിട്ടു. ഇവരുടെ മിടുക്കളെന്ന് ആലോചിക്കണം. നമ്മൾ ആരും ഈ മറവി രോഗം ബാധിച്ചവരല്ലല്ലോ. സിദ്ദിഖ് അവിടെ കിടന്ന് ഓടുന്നത് ആ സമയത്ത്, അന്നത്തെ സമയത്ത്, അന്ന് ഈ ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു MLA 24 മണിക്കൂർ ഇതിന്റെ പുറകെ ഓടി കിടക്കുന്നത്. എന്നിട്ട് അടുത്ത സിദ്ദിഖ് വിവാദം തീരുന്നു കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? യൂത്ത് കോൺഗ്രസിന്റെ വീട് ഫണ്ട് പിരിവ്, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഫണ്ട് പിരിവിനെതിരെ ഇവർ വലിയ വ്യാജ വാർത്തകളുമായിട്ട് രംഗത്താണ്. ഈ ഫണ്ട് ഇവർ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് ഇവരുണ്ടാക്കിയത്. ആ വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം വേണ്ടി വന്നു. കോൺഗ്രസ്സുകാർക്ക് അടക്കം അതിനകത്ത് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം വേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടം വേണ്ടി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം വന്ന് അവരുടെ കണക്ക് അവതരിപ്പിക്കുക മാത്രമല്ല, ഈ ഡിവൈഎഫ്ഐക്കാർ പിരിച്ചെടുത്ത സംഭവം തട്ടിപ്പിന്റെ കഥ പറയുകയും ചെയ്തു. അപ്പം ഇതിനകത്ത് കോൺഗ്രസ് എന്താ ചെയ്തത്? കോൺഗ്രസ് ഒരു ആപ്പ് മുഖേനയാണ് പണം പിരിവാണത്. അത് അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിലിറ്റി അതിൻ്റെ കറക്റ്റാണ്. കാരണം വേറെ എങ്ങോട്ടും പോകുന്നില്ല, ഒറ്റ അക്കൗണ്ടിലേക്കാണ് പൈസ പോയി. ഈ ഒറ്റ ഈ ആപ്പിൽ കയറി സംഭാവന ചെയ്തത് മുഴുവൻ ഒരു അക്കൗണ്ടിലേക്കാണ്. ആ അക്കൗണ്ടിൽ വന്ന പൈസയുടെ കണക്ക് മുഴുവനുണ്ട്. അവരവിടെ ഭൂമി, സർക്കാരിനെ പോലെ അവർക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഭൂമി വാങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് പറ്റിയ ചെറിയ രാമളി തുക സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു കണക്ക് പുറത്തുവിടും. കണക്ക് മാറിക്കൊണ്ടിരുന്നു. മാങ്കൂട്ടം വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയും മാങ്കൂട്ടം കാര്യങ്ങൾ പുറത്ത് പറയുന്നത് വരെ, അല്ലെങ്കിൽ വിശദമാക്കുന്നത് വരെ ഈ കോൺഗ്രസിനെ കുറിച്ചുള്ള സംശയം അവിടെ നിലനിന്നിരുന്നു. എത്ര കോടിയാണ് പിരിഞ്ഞു കിട്ടുന്നതിനെ കുറിച്ച് KPC പ്രസിഡന്റ് പല ദിവസങ്ങളിൽ പറഞ്ഞ പല കണക്കായിരുന്നു. അവസാനം പൈസ കറക്റ്റ് വന്നതും വന്നു. ആ ഇത്ര രൂപയ്ക്ക് വസ്തുവാണ്. ഇനി വീട് വെച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ല. അവരുള്ള യാഥാർത്ഥ്യം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ CPM എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന പൈസ CPMന്റെ ബിനാമി കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു. ഈ സൊസൈറ്റി അവിടെ വീട് പണിയുന്നു. വീടുകൾ മുഴുവൻ തട്ടിക്കൂട്ട്. കാരണം നമുക്കറിയാം, ഇലക്ഷൻ എടുത്തപ്പം ആറന്മുള മണ്ഡലത്തിൽ മന്ത്രി വീണ ജോർജ് കാണിച്ചൊരു പരിപാടി അറിയോ? അതായത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ നിർമ്മാണം പണി പൂർത്തിയാകുന്ന രസം കല്ല്. അത് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ട കെട്ടുന്നു, അപ്പോഴേ തേക്കുന്നു, വെള്ളം അടിക്കുന്നു, അപ്പോഴേ വെള്ളം അടിക്കുന്നു, അതിന്റെ വെളി പെയിന്റ് അടിക്കുന്നു. മനുഷ്യൻ സുഖമില്ലാത്ത മനുഷ്യർ കിടക്കേണ്ട സ്ഥലമാണ് ഈ ആശുപത്രി. ഇത് എപ്പോ മനുഷ്യന്റെ തല ഇടിക്കുന്നു? ഇത് തന്നെയാണ് ഊരാളുങ്കൽ അവിടെ കാഴ്ച വെച്ചിരിക്കുന്നത്. എന്താണ് ഈ പറയുന്ന വീടുകൾ തട്ടിക്കൂട്ട് വീടുകളാണ്. അപ്പം അത് ഇന്നലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇവർക്ക് ഈ മാസം തോറും ഫുഡിനുള്ള പൈസ കൊടുക്കും. ഫുഡിനും പിന്നെ വേറെ ഏതാണ്ട് ഒരു അലവൻസ് കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ മാസം കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതിന് വിശദീകരണമായിട്ട് റവന്യൂ മന്ത്രി വന്നു. കഴിഞ്ഞ മാർച്ച് വരെയുള്ളത് കൊടുത്തു. ഏപ്രിലിലെ ഇപ്പോൾ റെഡിയാണ്. ഫുഡ് കൂപ്പൺ റെഡിയാണ്. ജൂൺ വരെയുള്ളത് കൊടുക്കാനുണ്ട്. ഈ കൊടുക്കാനുള്ളത് ഞങ്ങളുടെ കയ്യിൽ റെഡിയാണ്. ഞങ്ങൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം വാസ്തവമാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ഇന്നലെ ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് പിന്നെ എനിക്കൊന്ന് റിപ്പോർട്ടറൊക്കെ ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുക നമ്മളെ. കാരണം സ്മൃതി പരുത്തിക്കാടിന് നേരെ സൈബർ ആക്രമണം വന്നതോടെ അവർ യാഥാർത്ഥ്യം പറയാതെ. സ്മൃതി പരുത്തിക്കാട് എന്താ പറഞ്ഞത്? സ്മൃതി പരുത്തിക്കാട് പറഞ്ഞതിനകത്ത് ഒരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു അഭിനയമാണ് എന്നാണ് അവർ പറഞ്ഞത്. കുറെ ആൾക്കാരെ ഇവിടുന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് നന്ദി പറയാനെന്ന പേരിൽ കൊണ്ടുവന്നിട്ട് അതെടുത്ത് ഇവര്
വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്, അതിന് യാതൊരു സംശയം വേണ്ട. പക്ഷേ എന്താണ് വീണ്ടും സൈബർ സേന, അതിസമർത്ഥരായ CPM-ന്റെ സൈബർ സേന എന്തുണ്ടാക്കി, ആ അന്തേവാസികളെ അപമാനിച്ചു എന്നുള്ള രീതിയിലാക്കി മാറ്റിയെടുത്തു. സ്വാഭാവികം. മാത്രമല്ല ഒരു 3 കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു അമ്മയെ പ്രത്യേകിച്ച് അവർ ഇൻഡിവിജ്വലായിട്ട് മാറ്റി നിർത്തി അവരെ അപമാനിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. സത്യത്തിൽ അവരെന്താ പറഞ്ഞത്? അവര് ഈ പാവങ്ങളെ ഉപയോഗിച്ച് സർക്കാരും പിണറായി നടത്തുന്ന PR വർക്കിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവന്മാർ പുറത്ത് പറഞ്ഞത് എന്താണ്? അവരെ അപമാനിച്ചു. ആ പാവപ്പെട്ട വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും വീട് നഷ്ടമായിട്ടുള്ള ദുരിതത്തിൽ കഴിയുന്ന പാവങ്ങളെ അപമാനിച്ചു. എൻ്റെ ബലമായ വിശ്വാസം ഈ കുഞ്ഞുങ്ങളെ ഈ ആൾക്കാർ അവിടെ പോയത് പിണറായി വിജയനെ നേരിട്ട് കണ്ട് പരാതി പറയും. കാരണം ഞാൻ കരുതുന്ന ഇതാണ്, അവരുടെ ഇടയിൽ, അതായത് വയനാട്ടിലെ ആ ഭൂമി അവരുടെ ഇടയിൽ വ്യാപകമായ എതിർപ്പുണ്ടായി. ആ എതിർപ്പ് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇവർ ഡയറക്റ്റ് പിണറായി എടുത്ത് കൊണ്ടുപോയതാണ്. തന്ത്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ നമസ്കരിക്കും. അതെ, അതിനെ അവരവിടെ കൊണ്ടുപോയി പിണറായിയുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് മേടിച്ച് ഇവർക്ക് കൊടുത്തു, ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പക്ഷേ ഇവർ മൂടി വെച്ചത് മുഴുവൻ പൊളിയുകയാണ്. ഇലക്ഷൻ വരെ ഇവർ മൂടി വെച്ചു. എന്തോ ഒരു തള്ളായിരുന്നു. അപ്പം നമ്മളും വിചാരിച്ചു ഇവർ കൊള്ളാവല്ലോ, പണി പൂർത്തിയാക്കി. ഇത്രയും പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉണ്ടാക്കേണ്ടി 178 വീടുകൾ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൊടുത്ത ഈ സർക്കാർ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടൗൺഷിപ്പൊക്കെ യാഥാർത്ഥ്യമാക്കിയല്ലോ എന്ന് ഇപ്പോഴല്ലേ അറിയുന്നേ. ഇപ്പോൾ ഓരോരുത്തർ അവിടെ ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒന്നും നടന്നിട്ടില്ല. ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാം. എന്നിട്ട് അന്ന് ഉദ്ഘാടനം നടന്ന സമയത്ത് ഒരു നല്ല വീട് കാണിച്ചു. അതെ, നേരത്തെ തെരഞ്ഞെടുത്ത് വെച്ചിരുന്ന വീടായി പിള്ളേരും പ്രശ്നമൊന്നുമില്ലാതെ ഉള്ളതിൽ ഭേദപ്പെട്ട ഒരു വീടങ്ങ് സെലക്ട് ചെയ്തതാണ്. അല്ല, ഈ 178 വീടിൽ ഈ 40 പേര് ബലം പിടിച്ചണക്കെയാണ്. അവർക്ക് അന്ന് കൊടുക്കുമ്പോഴും ഇത് തീർത്തിട്ടില്ല. എന്നിട്ട് അവർക്ക് പെട്ടെന്ന് അവർക്കത് പൂർത്തിയാക്കി കൊടുത്തു. ഏതാ ഞങ്ങൾ ഉടനെ റെഡിയാക്കുന്നത്, ബാക്കി വീടുകൾ വിഷുവിന് മുമ്പ് റെഡിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വിഷു കഴിഞ്ഞു, ഇനി ഓണമാകാൻ പോവാം. വിഷു ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നല്ല ഒരു മഴ അവിടെ പെയ്തപ്പോഴാണ് അവിടെ വീട് കിട്ടിയ ഒരു പാവം ചങ്ങായി നോക്കുമ്പോൾ മേൽവശം എല്ലാം വെടിച്ചു കയറിയിരിക്കുകയാണ്. അതിനകത്തൂടെ വെള്ളം വലിയ ഭയങ്കരമായിട്ട് വീടിനകത്തേക്ക് വീഴുന്നു. ഇനി ഇടവപ്പാതി വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് മിക്കവാറും ഇതെല്ലാം കൂടി ഇടിഞ്ഞു എറിഞ്ഞ് ഈ പാവങ്ങളുടെ തലയെ വീഴും. ഉരുൾപൊട്ടലിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ അവസാനം ഈ വീട് തകർന്ന് വീണ് അവർക്ക് ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ല, ഇവരെ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇവരെ PR തന്ത്രങ്ങൾ നമ്മൾ അഭിനന്ദിക്കണം കേട്ടോ. ഇത്രയും ഈ പണ്ട് ഗീബൽസിന്റെ തന്ത്രങ്ങളെന്ന് നമ്മൾ പറയുമല്ലോ ഹിറ്റ്ലറിന്റെ, ആ ഗീബൽസിന്റെ കാലത്ത് ഗീബൽസ് വേണമെങ്കിൽ ഇപ്പൊ ഇവരുടെ തെറ്റുകൾ അത് പഠിക്കാൻ വരും. എന്നിട്ട് ഇവരാണ് സതീശനെ നുണയെന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചേ. എന്നിട്ട് ഇവർ DYFIക്കാർ ആക്രി പെറുക്കി വിറ്റ് 20 കോടി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞു. എന്നിട്ട് ഇവർ കൈമാറി എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കി. ഇത് ഞങ്ങൾ സർക്കാരിന് കൈമാറി എന്ന് പറഞ്ഞൊരു വ്യാജരേഖയുണ്ട്. ഈ വ്യാജരേഖ സംബന്ധിച്ചുള്ള വിവാദം പുറത്തു വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവരുടനെ പൈസ കൊണ്ട് കൊടുക്കും. സാറിന് ബക്കറ്റ് വരുവാണല്ലോ. ഇവരൊക്കെ വിൽക്കുന്നതിനൊന്നും കണക്കില്ല. രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് എന്തൊക്കെയാണ്? നിങ്ങൾ ആക്രി പെറുക്കി വിറ്റു, എത്ര രൂപയുടെ ആക്രി നിങ്ങൾ വിറ്റു, അതിൻ്റെ ബില്ല് എവിടെ? ആക്രിക്ക് GST ഉണ്ട്, അതിൻ്റെ GST എവിടെ? GSTയുടെ കണക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പതുക്കെ കരയ്ക്ക് കയറിയിട്ട് വീണ്ടും ശവം തൂക്കികൾ എന്ന് പറഞ്ഞൊരു വേടുമായിട്ട് വന്നു. ശവം തൂക്കികൾ. ആരാണ് യഥാർത്ഥ ശവം തൂക്കികൾ എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ ഇല്ലെങ്കിൽ പോലും മാങ്കൂട്ടമാണ് ശരിക്കും കോൺഗ്രസിന്റെ രക്ഷകനായിട്ട് വന്നത് ഈ ഒരു സന്ദർഭത്തിൽ. അതെ, കൃത്യമായ കണക്കുകളും കാര്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കൊടുത്തത് മാങ്കൂട്ടത്തിലാണ്. കാരണം ഒരു വിഷയം നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴേ അത് പഠിച്ചിട്ട് വരണം. ഈ കോൺഗ്രസ്സുകാർക്ക് പഠിത്തം എന്ന് പറഞ്ഞ സാധനം അവർ അടുത്തുറപ്പിലും പോയിട്ടില്ലാത്തതുകൊണ്ട് അവരാരും മറുപടി അറിയാൻ പോയില്ല. പകരം മാങ്കൂട്ടം വളരെ കൃത്യമായിട്ടും അതിൻ്റെ കണക്കും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഹാജരാക്കി. ഇതിപ്പം ഈ കണക്കുകൾ, ഈ വീടിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പോൾ പുറത്ത് വന്നില്ല. ഇത് കോൺഗ്രസിൻ്റെ തലേ വന്നു. ഇത് കോൺഗ്രസിൻ്റെ തലേ വന്നതിന് ഇവർ തലയെ കൊണ്ട് വെക്കും. ഞങ്ങൾ വീടിന് തേച്ചതേ ഉള്ളൂ, ഞങ്ങളല്ല കോൺക്രീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇവർ വ്യാജ അവർക്ക് അതിന് ഒരു പ്രത്യേക കഴിവാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആടിനെ പട്ടിയാക്കാൻ, CPM-ൻ്റെയും CPM സൈബർ സഖാക്കളെയും പോലെ ആടിനെ പട്ടിയാക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കണ്ട് ഈ ലോകത്ത് കാണാൻ കിട്ടത്തില്ല. ഏത് പച്ചക്കള്ളവും വളരെ പോളിഷ്ഡ് ആയിട്ട് ഇവർ അത് ഇതാക്കിക്കൊണ്ടു. മാത്രമല്ല തടയിടാനും തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് തടയിടാൻ പെട്ടെന്ന് തന്നെ ഒരു വേറെ സാധനം നറേറ്റീവും കൊണ്ടുവരും. നമ്മൾ കണ്ടല്ലേ ഇത്ര ദിവസം. അതെ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മുണ്ടക്കയിലും ചൂരൽമലയിലും സർക്കാർ ജനത്തെ വളരെ നല്ല രീതിയിൽ പറ്റിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും അടുത്ത സർക്കാർ അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് എനിക്ക് തുടർഭരണം പ്രതീക്ഷിച്ചാവും ഇങ്ങനെയൊക്കെയുള്ള ഉറപ്പാണല്ലോ. കാരണം ഞങ്ങളിതിപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചിട്ട് തുടർഭരണത്തിൽ കയറി ഇത് ചെയ്തു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് പുറത്ത് വന്നതോടെ വലിയ തിരിച്ചടിയാണ് പിണറായിക്കും കൂട്ടർക്കും ഉണ്ടായിരിക്കുന്നതെന്ന്
പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും പാവപ്പെട്ട ജനങ്ങളെ, സകലതും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഉറ്റ ബന്ധുക്കളെയും ജനങ്ങളെയും പിന്നെ സഹജീവികളെയും ഒക്കെ നഷ്ടപ്പെട്ട മനുഷ്യരെ വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ഇവർ തള്ളിയിട്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹം.